വാർത്തകൾ വിശദമായി. കുട്ടനാടൻ കാർഷിക മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് കർഷക ആത്മഹത്യകൾക്ക് കാരണമെന്ന് മന്ത്രി GR അനിൽ. CPI കുട്ടനാട് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന സമ്മേളന വേദിയിലായിരുന്നു ഇരുവരും കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കാർഷിക മേഖല നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും എന്നാൽ ഈ മേഖലയുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെന്നും മന്ത്രി പി പ്രസാദ് കുറ്റപ്പെടുത്തി. അതേസമയം കുട്ടനാട്ടിലെ കർഷകരെ എക്കാലത്തും സഹായിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു പോരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടനാടിന്റെ കാർഷിക മേഖലയും കൃഷിയും നിലനിൽക്കേണ്ടത് ഒരു നാടിന്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണെന്നാണ് നമ്മുടെ എല്ലാം അഭിപ്രായം. ഇവിടെ ഇന്ന് കാർഷിക മേഖലയ്ക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ചില നടപടികളും നിലപാടുകളുമുണ്ട്. ആ നിലപാടുകളും നടപടികളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. ഈ മേഖലയെ പ്രത്യേകമായി കണ്ട് കുട്ടനാടിന്റെ കർഷകരെ നമ്മുടെ നാടിന്റെ കർഷകരെ സഹായിക്കാനും സംരക്ഷിക്കാനും ഉതകുന്ന നിലപാടുകളും നടപടികളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. നെല്ല് സംഭരിച്ച വകയിൽ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്രം സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത്. സംസ്ഥാനം ഇതു സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരിക്കുകയാണ്. 1 രൂപയും കിട്ടാനില്ലെങ്കിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനം കേസ് കൊടുക്കുമോ എന്നും മന്ത്രി ചോദിച്ചു. നെല്ലിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തർക്കങ്ങൾ ഉയർന്നു വന്നു. കേന്ദ്രം ഇപ്പോഴും, ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ശരിക്കും പറയുന്നത്, GR അനിൽ ഇവിടെയുണ്ട്. നെല്ല് സംഭരിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ്. നമുക്ക് എത്ര കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്നറിയുമോ? മാവേലിക്കരയുടെ പ്രിയങ്കരനായ MP അദ്ദേഹം കുട്ടനാടിന്റെ കൂടി ജനപ്രതിനിധിയാണ്. മാവേലിക്കര പാർലമെന്റ് മണ്ഡലം. നിർമ്മലാ സീതാരാമൻ അവിടെ നിന്ന് കൊടുക്കുന്നത് കടലാസ് കാണിക്കുകയും കേന്ദ്രത്തിലെ ഏതെങ്കിലും BJP മന്ത്രിമാരുടെ പ്രസ്താവനയും എടുത്തു വെച്ചിട്ട് നമ്മുടെ കാർഷിക മേഖലയിൽ വന്ന് 1 പൈസ പോലും കേന്ദ്രം നൽകാനില്ല എന്ന് വാദോരാത വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലാണ് അദ്ദേഹം വ്യാപൃതനായിരിക്കുന്നത്. ആരെയാണ് അദ്ദേഹം സഹായിക്കുന്നത്? കേരളത്തിന് നൽകാനുള്ള പൈസയ്ക്ക് വേണ്ടി സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 1 പൈസയും കിട്ടാനില്ല എങ്കിൽ കേന്ദ്രത്തിന്റെ ഈ അവഗണനയുടെ കാര്യം പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകുമോ? നെൽകർഷകർക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നൽകാത്ത സഹായം കേരളം നൽകുന്നുണ്ടെന്ന് പറഞ്ഞ മന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി പബ്ലിക് മീറ്റിംഗിലെ പ്രസംഗത്തിൽ മാത്രമാണെന്നും LDF ഗ്യാരണ്ടി കൃഷിക്കാരന് സഹായം എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ളതാണെന്നും പറഞ്ഞു. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി GR അനിലും കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. കേന്ദ്രത്തിന്റെ കർഷക വിരുദ്ധ നയങ്ങളാണ് കർഷക ആത്മഹത്യകൾക്ക് കാരണമെന്നായിരുന്നു മന്ത്രിയുടെ ആരോപണം. 3.5 ലക്ഷത്തിലധികം കർഷകരാണ് രാജ്യത്ത് ആത്മഹത്യ ചെയ്തത് എന്ന് അന്ന് പാർലമെന്റിലെ കണക്കുകളാണ് പറഞ്ഞത്. കേരളത്തിലും അത് ഏറ്റവും അധികം ബാധിച്ചത് വയനാട് ജില്ലയിലാണ് എന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ അതിന് പരിഹാരം കാണാൻ നയപരമായ ഒരു മാറ്റവും കേന്ദ്രം വരുത്തിയില്ല. എന്നാൽ കേരളത്തിലെ ഗവൺമെന്റ് അതിന് പരിഹാരം കാണാൻ വേണ്ടിയാണ് കാർഷിക രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ, കർഷകന്റെ കടബാധ്യതയെ സംബന്ധിച്ച് അവനെ ആവശ്യപ്പെടാനും അതിന് കഴിയുന്നത്ര പരിഹാരം കാണാനുള്ള കാർഷിക കടാശ്വാസ പദ്ധതി മുതൽ പെൻഷന്റെ പദ്ധതി അടക്കം രാജ്യത്തൊരു സംസ്ഥാനത്തും ഇല്ലാത്ത തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ പച്ചക്കറി 13-14 പച്ചക്കറി ഉൽപ്പന്നങ്ങൾ അതിന് മിനിമം താങ്ങുവില ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. നെല്ലിന് ഏറ്റവും അധികം വില കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇവിടെ 28 രൂപ 20 പൈസയാണ്. ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകന് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങളുടെ കണക്കുകൾ പറഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം ഉണ്ടാകുന്ന അവസ്ഥയാണ്. കുട്ടനാട്ടിൽ ആത്മഹത്യ ചെയ്ത നെൽകർഷകന്റെ കുടുംബത്തിന് ലഭിച്ച ജപ്തി നോട്ടീസ് മരവിപ്പിച്ചതായി പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ അറിയിച്ചു. SC/ST വികസന കോർപ്പറേഷൻ നൽകിയ വായ്പ പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാനും കോർപ്പറേഷന് മന്ത്രി നിർദ്ദേശം നൽകി. തകഴി കുന്നുമ്മയിലെ കർഷകൻ KG പ്രസാദിന്റെ കുടുംബത്തിനാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് ലഭിച്ചത്. കുടുംബത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചതിൽ മന്ത്രി അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ 11-നാണ് പ്രസാദ് ആത്മഹത്യ ചെയ്തത്. 2022-ലാണ് ഇവർ കോർപ്പറേഷനിൽ നിന്നും 60,000 രൂപ വായ്പയെടുത്തത്. മന്ത്രി രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചതനുസരിച്ച് കോർപ്പറേഷൻ ആലപ്പുഴ ബ്രാഞ്ചിലെ മാനേജരും ഉദ്യോഗസ്ഥരും പ്രസാദിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. കർഷക കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് കേക്കര SBI ശാഖയ്ക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അധികൃതർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. ഇപ്പോഴത്തെ PRS വായ്പാ സമ്പ്രദായം കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു.
ധർണാസമരം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കർഷക ആത്മഹത്യകൾ ഉണ്ടായിട്ടും സർക്കാർ അവഗണന തുടരുകയാണെന്നും കേന്ദ്ര സർക്കാരിനെ പഴിചാരി രക്ഷപ്പെടാനാണ് നേതാക്കളുടെയും മന്ത്രിമാരുടെയും ശ്രമമെന്നും ശ്രീകുമാർ കുറ്റപ്പെടുത്തി. സർക്കാർ നേരിട്ട് ബാങ്കുകളിൽ നിന്നും വായ്പ സ്വീകരിച്ച് കർഷകരുടെ അക്കൗണ്ടിൽ നെല്ലുവില നിക്ഷേപിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാവപ്പെട്ട കർഷകന് സർക്കാർ കൈമാറിയിരിക്കുന്നത് ഇന്ന് എന്താണ് അവസ്ഥ? സർക്കാർ നൽകുന്ന PRS ഷീറ്റും ബാങ്കിന്റെ സിബിൽ സ്കോറും പാവപ്പെട്ട കുട്ടനാട്ടിലെ കർഷകർക്ക് മരണക്കെണി ഒരുക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PRS ഷീറ്റുകൾ സമർപ്പിച്ച ശേഷം സർക്കാർ യഥാസമയം പണം ബാങ്കിന് കൈമാറുമെന്ന വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ നിന്നും ലോണായി പണം വാങ്ങുന്നത്. പക്ഷേ സർക്കാർ യഥാസമയം പണം തിരിച്ചടയ്ക്കും, പണം അവിടെ അടയ്ക്കുവാൻ തയ്യാറാകാത്ത കാരണത്താൽ പാവപ്പെട്ട കർഷകനെ സംബന്ധിച്ചോളം അവന്റെ സിബിൽ സ്കോർ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുട്ടനാട്ടിൽ കർഷകരുടെ ആത്മഹത്യ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. നിരവധി ആത്മഹത്യാ ശ്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും സംഭവിച്ചിട്ടും കണ്ണു തുറക്കുവാനോ ഈ പ്രശ്നങ്ങളിൽ ഇടപെടുവാനോ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകം. ഇന്നലെ കൃഷി വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയുടെ പാർട്ടിയായ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം കുട്ടനാട്ടിലെത്തി. അദ്ദേഹം കുട്ടനാട്ടിലെത്തിയ ശേഷം അദ്ദേഹം സിബിൽ സ്കോറിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗഡു ലഭ്യമാകുന്നില്ല എന്ന കാരണം പറഞ്ഞ് രക്ഷപ്പെടുവാനാണ് ശ്രമിക്കുന്നത്. പ്രതിഷേധ യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മാത്യു ചെറുപറമ്പൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ അലക്സ് മാത്യു, റോയ് തങ്കച്ചൻ, CB മൂലംകുന്നം, സജി ജോസഫ്, ജോസഫ് ചേക്കോടൻ, ലാലിച്ചൻ പള്ളിവാതുക്കൽ, K ഗോപകുമാർ, CV രാജീവ്, ജോർജ് മാത്യു പഞ്ഞിമരം, ഷിബു കണ്ണമ്മാലി, AK ഷംസുദൻ, G സൂരജ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ ചികിത്സാ രീതികളുടെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ജനോപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് PP ചിത്തരഞ്ജൻ MLA. 7ാം സിദ്ധ ദിനാചരണത്തിൻ്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം കൊമ്മാടി യുവജന വായനശാലയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളെക്കുറിച്ചുള്ള ഒരു വിഭാഗത്തിൻ്റെ അജ്ഞത നീക്കേണ്ടതുണ്ടെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭാരതീയ ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രാധാന്യം കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രാണ സിദ്ധ ചികിത്സാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും MLA നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. 100 ഔഷധ സസ്യങ്ങളുടെ വിതരണ ഉദ്ഘാടനവും നസീർ പുന്നയ്ക്കൽ നിർവഹിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV അനിൽകുമാർ, നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശ്രീജിനൻ, വാർഡ് കൗൺസിലർമാർ, ഇൻഫർമേഷൻ ഓഫീസർ KS സുമേഷ്, ഡോക്ടർ റോഷ്നി S കൃഷ്ണൻ, മണ്ണഞ്ചേരി സിദ്ധ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S സംഘമിത്ര എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിവിധ പാടശേഖരങ്ങളുടെ നവീകരണത്തിനായി കുട്ടനാട് പാക്കേജിൽ നിന്നും 3.95 കോടി രൂപ അനുവദിച്ചതായി അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അറിയിച്ചു. കുറിച്ചി, വാഴപ്പള്ളി, പായിപ്പാട് പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങൾക്കാണ് തുക അനുവദിച്ചിട്ടുള്ളത്. കുറിച്ചി പഞ്ചായത്തിലെ മണ്ണങ്കര പാടശേഖരത്തിൻ്റെ മെച്ചപ്പെടുത്തലുകൾക്കായി 50 ലക്ഷം, വാഴപ്പള്ളി പഞ്ചായത്തിലെ പുറത്തേരി മാവിലങ് പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 30 ലക്ഷം, വാഴപ്പള്ളി പഞ്ചായത്തിലെ തന്നെ ഒഡേറ്റി വടക്ക് പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 60 ലക്ഷം, ഒഡേറ്റി തെക്ക് പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 65 ലക്ഷം, ചിറത്തറക്കടവ് പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 55 ലക്ഷം, തൂപ്രം പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 70 ലക്ഷം, പായിപ്പാട് പഞ്ചായത്തിലെ ഊതക്കാട് പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 40 ലക്ഷം, വാഴപ്പള്ളി പഞ്ചായത്തിലെ എട്ടിയക്കരി പാടശേഖരത്തിൻ്റെ നവീകരണത്തിനായി 25 ലക്ഷം എന്നിങ്ങനെയാണ് തുക അനുവദിച്ചത്. നാടിൻ്റെ നിലനിൽപ്പ് കർഷകരിലാണെന്നും എന്നാൽ പൊതുസമൂഹത്തിലെ ചില വിഭാഗക്കാർ പുതുതലമുറയെ കൃഷിയിൽ നിന്നും പിന്നോട്ട് വലിക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണെന്നും ജോബ് മൈക്കിൾ പറഞ്ഞു. കർഷകരുടെ ഓരോ പ്രശ്നങ്ങൾക്കും എത്രയും വേഗം പരിഹാരം കണ്ടെത്തുമെന്നും അവരെ പരമാവധി സംരക്ഷിക്കാൻ ശ്രമിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ആൻഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ദ്വിദിന പരിശീലന പരിപാടിക്ക് തുടക്കമായി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശീലന പരിപാടി HSLM MLA ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വെള്ളം കുറഞ്ഞു പോകുന്നത് എന്ന കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ മഴ കിട്ടാത്തതുകൊണ്ടല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് നമ്മൾ പത്രത്തിൽ വാർത്ത വായിച്ചത് ഏറ്റവും ഉയർന്ന മഴ കിട്ടി, 5 ഇരട്ടിയോ 6 ഇരട്ടിയോ. കഴിഞ്ഞതിന്റെ മുൻ വർഷം കേരളത്തിൽ ഏറ്റവും ഉയർന്ന മഴ കിട്ടിയ വർഷമാണ്. പക്ഷെ അതിന് കിട്ടിയത് കൊണ്ട് പ്രയോജനം കാര്യമായിട്ടില്ല എന്നാണ്. കാരണം ഈ പെയ്യുന്ന മഴ സംഭരിച്ചു വെക്കാനുള്ള നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കുറഞ്ഞില്ല. നമ്മൾ തന്നെ കാരണക്കാരാണ്. പുന്നപ്ര UP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധർമ്മ ഭുവനചന്ദ്രൻ അധ്യക്ഷയായി.
കില പ്രോഗ്രാം കോർഡിനേറ്റർ സുകന്യ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ സുലഭ ഷാജി, NK ബിജുമോൻ, കില ഫാക്കൽറ്റി R റെജിമോൻ, യൂണിസെഫ് കൺസൾട്ടന്റ് M മനീഷ്, പ്രൊജക്ട് അസോസിയേറ്റുമാരായ ദർശന രാധാകൃഷ്ണൻ, എലിസബത്ത് മാത്യൂസ്, J ഹേമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി VM സജി എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് PG സൈറസ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ 2ാം തവണയും അറബിക് കഥാപ്രസംഗത്തിൽ A ഗ്രേഡ് നേടിയ അൽഫിയ ഷെഫീഖിനെ യോഗത്തിൽ അനുമോദിച്ചു. അവശ്യ സാധനങ്ങൾ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് സപ്ലൈകോയ്ക്ക് മുന്നിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം. മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റിന് മുന്നിലായിരുന്നു സമരം. BJP മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിനുരാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ആവശ്യ സാധനങ്ങളുടെ വില ഗണ്യമായി ഉയരുമ്പോൾ കൈയും കെട്ടി നോക്കിയിരുന്നിട്ട് ഇതിനു വേണ്ടി എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തിട്ട് സാധാരണപ്പെട്ട ജനങ്ങളോട് പറയുന്നു, സപ്ലൈകോയിലേക്ക് നിങ്ങൾ വരൂ. സപ്ലൈകോയിലേക്ക് വന്നാൽ അരിയില്ല, പയറില്ല, കടലയില്ല, വെളിച്ചെണ്ണയില്ല, പഞ്ചസാരയില്ല, അങ്ങനെ തുടങ്ങി ഒരു കുടുംബത്തിന് നിത്യവും ചെലവ് വരുന്ന സാധനങ്ങളൊന്നും തന്നെയില്ല. ഒടുക്കം ഉദ്ഘാടനം ചെയ്യേണ്ട മേയർ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. ജനപ്രതിനിധികൾ മൊത്തം അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഒടുക്കം CPM-ന്റെ നേതാവായിട്ടുള്ള തൃശൂർ മേയർ പറയുന്നു, അവരുടെ പ്രതിഷേധത്തിന് കഴമ്പുണ്ട്, അവര് പറയുന്നത് ന്യായമാണ്. കേരളം മാത്രം ഇതിനോട് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. അതും പോരാഞ്ഞിട്ടാണ് 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും 10ഉം 14ഉം രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 14 രൂപ വ്യത്യാസത്തിൽ പെട്രോളും ഡീസലും കൊടുക്കുന്ന കേരളം, ക്ഷേമ പെൻഷന്റെ പേരിൽ 2 രൂപ അധിക നികുതി ഏർപ്പെടുത്തിയ കേരളം ഇന്ന് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് മാസം എത്രയായി? പ്രതിഷേധ യോഗത്തിൽ കലാധരൻ കൈലാസം അധ്യക്ഷനായി. BJP മാന്നാർ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉണ്ണി ഇടശ്ശേരിൽ മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ശിവകുമാർ, സുന്ദരേശൻ പിള്ള, സുരേഷ് കുമാർ, ശാന്തിനി ബാലകൃഷ്ണൻ, ആര്യദേവ്, നാരായണൻ നായർ, ഉദയൻ, സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അർബുദ രോഗിയായ 11 വയസ്സുകാരൻ അഭിനവിന്റെ ജീവൻ രക്ഷിക്കാൻ ജനുവരി 13 നാട് കൈകോർക്കുന്നു. പൊതുധന സമാഹരണത്തിന് മുന്നോടിയായി തലവടിയിൽ വാർഡ് തല യോഗങ്ങൾ സംഘടിപ്പിച്ചു. തലവടി പഞ്ചായത്ത് 13ാം വാർഡിൽ കോടമ്പനാടി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ അഭിലാഷിന്റെയും സനില കുമാരിയുടെയും മൂത്ത മകൻ അഭിനവ് അർബുദ രോഗം ബാധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ്. ജനുവരി 19 മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തീരുമാനിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ഭീമമായ തുക ആവശ്യമാണ്. കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിന് ഈ ചെലവുകൾ താങ്ങാൻ പറ്റുന്നതല്ല. ഈ സാഹചര്യത്തിലാണ് എടത്വ സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവിന്റെ ജീവൻ രക്ഷിക്കാൻ ജീവകാരുണ്യ പ്രവർത്തകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, സാമൂഹിക സംഘടനാ ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജീവകാരുണ്യ പ്രവർത്തനം. ഇതിന്റെ ഭാഗമായാണ് വാർഡ് തലത്തിൽ യോഗങ്ങൾ ചേർന്ന് അഭിനവിന്റെ ചികിത്സയ്ക്കായി പണം സമാഹരിക്കുവാൻ തീരുമാനിച്ചത്. ഇതിനോടകം സുമനസ്സുകളായ പലരും സഹായ വാഗ്ദാനം ചെയ്തു തുടങ്ങിയതായി ജീവൻ രക്ഷാ സമിതി ഭാരവാഹികൾ പറഞ്ഞു. പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. പബ്ലിസിറ്റിയുടെ രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ബോർഡുകളെല്ലാം 9 വാർഡുകളിലും വെച്ചിട്ടുണ്ട്. രസീതുകൾ അടിച്ച് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നോട്ടീസ് എല്ലാ വാർഡുകളിലും എത്തിച്ച് പബ്ലിസിറ്റി ആ രംഗത്ത് നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആളുകളെല്ലാം പിന്നെ ഈ ഗ്രൂപ്പിലെ അറിയിപ്പ് അനുസരിച്ച് എല്ലാവരും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനുവരി 13 രാവിലെ 8 മുതൽ ഭവനങ്ങൾ സന്ദർശിക്കുവാനാണ് സമിതി തീരുമാനിച്ചിട്ടുള്ളത്. രമേശ് V ദേവ്, NP രാജൻ, PC അഭിലാഷ് എന്നിവർ അടങ്ങിയ 22 അംഗ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. കരുണയുടെ ഉറവ് പറ്റാത്ത സുമനസ്സുകൾ മുന്നോട്ട് വന്നാൽ അഭിനവിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള തുക സമാഹരിക്കുവാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് സമിതി. സമഗ്ര ശിക്ഷാ കേരളവും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി മങ്കൊമ്പ് BRC ഹാളിൽ അധ്യാപക പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ക്രിയാത്മക കൗമാരം, കരുത്തും കരുതലും എന്ന പേരിലായിരുന്നു പരിപാടി. മങ്കൊമ്പ് BRC ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ഉദ്ഘാടനം ചെയ്തു. മങ്കൊമ്പ് BPO രാജേഷ് വിജയൻ അധ്യക്ഷത വഹിച്ചു. ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ കുട്ടികൾക്ക് കരുത്തു പകരാൻ അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മങ്കൊമ്പ് BRCയിലെ 20ഓളം അധ്യാപകർ പരിശീലനത്തിൽ പങ്കെടുത്തു. BRC പരിശീലകരായ നാഗലക്ഷ്മി, റോബിൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് 54ാം സംസ്ഥാന സമ്മേളനം ജനുവരി 13, 14 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ചയില്ലാത്തവർക്കായിട്ട് 1967 സെപ്റ്റംബർ 10, 11 തീയതികളിൽ ഒരു പ്രസ്ഥാനം
രൂപപ്പെടുത്തുകയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പ്രത്യേക വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി യൂത്ത് ഫോറം, വിമൻസ് ഫോറം, ടീച്ചേഴ്സ് ഫോറം, എംപ്ലോയീസ് ഫോറം, ലോട്ടറി വിൽക്കുന്ന കാഴ്ച പരിമിതർക്ക് വേണ്ടി ലോട്ടറി ഫോറം എന്നീ ഫോറങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന ഏക സംഘടനയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്. 2 ദിവസങ്ങളിലായി ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, അവാർഡ് വിതരണം, സാംസ്കാരിക സമ്മേളനം, വാർഷിക ജനറൽ ബോഡി യോഗം, കലാസന്ധ്യ എന്നിവ നടക്കും. ശനിയാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് ഡോക്ടർ C ഹബീബ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഭിന്നശേഷി അവകാശ നിയമം 2016 പ്രസക്തി, നിർമ്മിത ബുദ്ധിയും കാഴ്ച പരിമിതരായ സമൂഹവും എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. വൈകിട്ട് 6-ന് ചേരുന്ന സാംസ്കാരിക സമ്മേളനവും കലാസന്ധ്യയും കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. PP ചിത്തരഞ്ജൻ MLA, നഗരസഭാധ്യക്ഷ KK ജയമ്മ, ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് ചേരുന്ന സമാപന സമ്മേളനം AM ആരിഫ് MP ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സംഘടനയുടെ 54ാമത് സംസ്ഥാന സമ്മേളനം 2024 ജനുവരി 13-14 തീയതികളിൽ ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ചെയർമാനും ADM ജനറൽ കൺവീനറുമായുള്ള പൗരാവലിയുടെ സഹായ സഹകരണത്തോടുകൂടി നടത്തപ്പെടുകയാണ്. ബേഠി ബചാവോ ബേഠി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് മാടപ്പള്ളി ICDSന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. പായിപ്പാട് സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ത്രേസ്യാമ്മ തോമസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ 2 ദിവസം നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ കിട്ടിയത് വളരെ സന്തോഷമായി. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും നമുക്കറിയില്ല. എന്താണ് നമ്മൾ കുട്ടികൾ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും തന്നെടുത്തോടെ മുന്നോട്ട്, അല്ലാതെ പേടിച്ചോടുകയല്ല ചെയ്യേണ്ടത്. ടീച്ചർ പറഞ്ഞ കണക്ക് നമ്മൾ പഠനത്തിൽ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചാൽ തന്നെ നമ്മൾ അതിന് മുന്നോട്ട് പോകണം. അല്ലാതെ എനിക്ക് പേടിയാണ്, ഞാൻ അങ്ങോട്ട് പോകുകയല്ല, എന്നെ ആരെങ്കിലും എന്ത് ചെയ്താൽ നിങ്ങൾ എതിർക്കണം. എതിർക്കുക തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ വേണ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടണം. ടീച്ചേഴ്സ് ഉണ്ട്, നിങ്ങളുടെ പേരൻസ് ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ നമ്പർ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു, അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ റോഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞങ്ങളെയൊക്കെ കാണുവാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഞങ്ങളോട് പറയാം. ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് റെജിമോൾ തോമസ് അധ്യക്ഷത വഹിച്ചു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ അനു മാത്യു, ചോയ്സ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോഷി കൊല്ലാപുരം, പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി കോർഡിനേറ്റർ NV വിനുമോൾ, വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ICDS സൂപ്പർവൈസർ RU ഐശ്വര്യ, ജാഗ്രതാ സമിതി കോർഡിനേറ്റർ ചിപ്പി എലിസബത്ത്, സ്കൂൾ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ദ്വിദിന ക്യാമ്പിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണം, മെഡിക്കൽ ക്യാമ്പ്, സ്പോർട്സ് മീറ്റ്, മറ്റ് വിനോദ പരിപാടികൾ എന്നിവയും ഉൾപ്പെടുത്തിയിരുന്നു. ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട് മണ്ഡലങ്ങളിലെ കലാസമിതികളുടെ യോഗം ജില്ലാ കേന്ദ്ര കലാസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. സംഗീത നാടക അക്കാദമിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യോഗം. ഇരുണ്ട ഒരു കാലമായി വന്നുകൊണ്ടിരിക്കുക. 2-3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, മനഃപൂർവ്വമാണല്ലോ, യാദൃച്ഛികമായി വരുന്ന ഇരുട്ട് വളരെ മനഃപൂർവ്വമായിട്ട് മനുഷ്യരെ തമ്മിൽ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സരസ്വതി വിളയാണ് പൊതുവെ നാടിന് കുറയുമെന്ന് നമുക്കറിയാമല്ലേ. ഉദയപീഠമായിട്ടുള്ള ഒരു വല്ലാത്ത താണ്ഡവം അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ അതിന് പിന്നിൽ നമ്മൾ മനുഷ്യരാണുള്ളത്. വളരെ സങ്കടകരമായിട്ടുള്ള സംഗീത നാടക അക്കാദമിയിൽ അഫിലിയേറ്റ് ചെയ്തതും അഫിലിയേഷൻ നഷ്ടപ്പെട്ടതും പുതുതായി അഫിലിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതുമായ കലാസമിതികളുടെ യോഗമാണ് നടന്നത്. കഴിഞ്ഞ ദിവസം പുന്നപ്ര പബ്ലിക് ലൈബ്രറിയിൽ ചേർന്ന യോഗത്തിൽ 16 സമിതികളുടെ പ്രതിനിധികളായി 22 പേർ പങ്കെടുത്തു. കേന്ദ്ര കലാസമിതി പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി H സുബൈർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അക്കാദമി കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാട്, കമ്മിറ്റി അംഗം KJ ജോബ് തുടങ്ങിയവർ സംസാരിച്ചു. വിപുലമായ യോഗം ജനുവരി അവസാന വാരം ചേരാനാണ് തീരുമാനം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയിൽ പൂജിച്ച അക്ഷതം ആനപ്രമ്പൽ തെക്ക് 1589 നമ്പർ NSS കരയോഗം ഭാരവാഹികൾക്ക് കൈമാറി. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ശ്രീരാമ
രാമ ജയ ജയ രാമ ശ്രീരാമ ജയ ജയ രാമ. തലവടിയിലെ പ്രമുഖ വ്യക്തികൾക്കും സാമുദായിക പ്രതിനിധികൾക്കും നൽകുന്നതിന്റെ ഭാഗമായാണ് അക്ഷതം കൈമാറിയത്. NSS കരയോഗം പ്രസിഡന്റ് ബി രമേശ് കുമാർ നാലാങ്കൽ, സെക്രട്ടറി രാജീവ് കൈരാത്തുപറമ്പ്, സമിതി അംഗങ്ങളായ ബി ഹരികുമാർ, രാമചന്ദ്രൻ നായർ, മോഹനചന്ദ്രൻ നായർ, വേണുഗോപാൽ, അനിൽകുമാർ എന്നിവർക്ക് പ്രാന്തിക സഹസമ്പർക്ക പ്രമുഖ് MR പ്രസാദ്, ആലപ്പുഴ ജില്ലാ കാര്യകാര്യ സദസ്യൻ K ബിജു എന്നിവർ ചേർന്ന് അക്ഷതം കൈമാറി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, MS മധുസൂദനൻ, സേവാഭാരതി പ്രസിഡന്റ് ഗോകുൽ ചക്കുളത്തുകാവ്, രാജം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന RKIEDP പ്രൊജക്ടിന്റെ ഭാഗമായി തലവടിയിൽ കുടുംബശ്രീ അയൽക്കൂട്ട സംരംഭം ആരംഭിച്ചു. 14-ാം വാർഡിൽ രുചിക്കൂട്ട് എന്ന പേരിലാണ് സ്ഥാപനം തുടങ്ങിയത്. തലവടി പഞ്ചായത്ത് 14-ാം വാർഡിൽ ഭദ്രദീപം കുടുംബശ്രീ അയൽക്കൂട്ടത്തിലെ സുജാത, സജി ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രുചിക്കൂട്ട് എന്ന പേരിൽ സംരംഭം ആരംഭിച്ചത്. വാർഡ് മെമ്പർ ബിനു സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, കുടുംബശ്രീ കൺവീനർ സുലേഖ, ADS പ്രസിഡന്റ് സിന്ധു സന്തോഷ്, സുനി രാധാകൃഷ്ണൻ, സ്റ്റെഫി KS, PK അമ്പിളി, R ഷഹന എന്നിവർ സംസാരിച്ചു. ആദ്യ വിൽപ്പന ഭദ്രദീപം കുടുംബശ്രീ അംഗങ്ങൾ നിർവഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.